നിർദ്ദേശം ആദ്യമായിട്ട് വെച്ചത് ബി.എൻ. റാവു ആണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി എന്ന് പറയുന്നത് ബി.എൻ. റാവു ആണ്. അത്തരത്തിൽ ആമുഖം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും പിന്നീട് ആ ആവശ്യത്തിന്റെ ചൂട് പിടിച്ചാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സമയത്ത് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയും പിന്നീടാണ് ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തത്. ഇനി ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തതെന്ന് പറയുന്നത് റാം മോഹർ സിംഗയാണ് പ്രിയാമ്പിൾ അഥവാ ആമുഖത്തിന്റെ കവർ പേജ് എന്ത് ചെയ്തത് തയ്യാറാക്കിയത് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന ആമുഖത്തെ അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3 സെക്ഷൻസുകളായിട്ട് തരംതിരിച്ച് വെക്കാൻ പറ്റും. അതായത് അത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന സെക്ഷൻസുകളായിട്ട് തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ഫേസസുകളായിട്ട് തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ പ്രിയാമ്പിൾ അഥവാ ഒറ്റ ആമുഖമായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണപ്പെടുന്നത്. നമ്മൾ പഠിക്കാനുള്ളതും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഫേസസുകളായിട്ട് പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ഫേസസിൽ സോഴ്സ് ഓഫ് പവറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അധികാരത്തിന്റെ സ്രോതസ്സുകളെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ പറയാം. ഇനി രണ്ടാമത്തേത് നേച്ചർ ഓഫ് സ്റ്റേറ്റ്സ്, നമ്മുടെ സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ നേഷന്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. മൂന്നാമത്തെ ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് എന്തായിട്ട് കൂട്ടാം? മൂന്നാമത്തെ ഭാഗമായിട്ട് കൂട്ടാം, ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ 3 ഭാഗങ്ങളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഭരണഘടനയുടെ ആമുഖത്തെ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് പവർ. സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം അഥവാ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി കൺസോൾട്ടേറ്റഡ് എന്നുള്ള ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് അവിടുത്തെ പവർ എന്ന് പറയുന്നത് ആരിൽ നിക്ഷിപ്തമാണ് അല്ലെങ്കിൽ ആരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? വി ദ പീപ്പിൾ, അവിടുത്തെ ജനങ്ങളിലാണ്, ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാരിലുമാണ് അവിടുത്തെ പവർ, ഇന്ത്യയുടെ പവർ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എല്ലാം തന്നെ അവിടെയുള്ള ആർക്ക് തന്നെയാണ്? അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയതും ജനങ്ങൾ തന്നെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ കൊണ്ട് അങ്ങനെ പറയുന്നതിന് കാരണം തന്നെ അത് തന്നെയാണ്. അപ്പോൾ ഓരോ ജനങ്ങളുടെ മേലുമാണ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് നമ്മുടെ പ്രിയാമ്പിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി കൺസോൾട്ടേറ്റഡ് എന്ന് തുടങ്ങുന്നത്.